ബെഞ്ചമിൻ നെതന്യാഹു. നെതന്യാഹു ജീവനോടുകൂടി ഉണ്ടോ? നെതന്യാഹുവിൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്കകത്തുള്ള 6 വിരൽ, പുതിയ വീഡിയോയ്ക്കകത്തുള്ള കോഫി ഇളകുന്നില്ല. അങ്ങനെ പോവുകയാണ് കോൺട്രവേഴ്സീസ്. ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു യുദ്ധം തുടങ്ങിയത് മുതൽ ഈ വാർ അപ്ഡേറ്റ്സ്, അവരുടെ സ്ട്രാറ്റജീസ് ഇതൊക്കെ പറയുന്ന സമയങ്ങളിൽ ട്രംപ് ആണെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹു ആണെന്നുണ്ടെങ്കിലും കൃത്യമായി വന്ന് ലോകത്തിനെ അഡ്രസ്സ് ചെയ്ത ഒരു കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു വാസ് ആബ്സെൻറ്റ്. ഇറാൻ്റെ ക്ലെയിം എന്താ വെച്ചാൽ, ഇറാൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്കിൽ ബെഞ്ചമിൻ നെതന്യാഹു അടക്കം അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് അടക്കം എല്ലാവർക്കും അതിഭീകരമായ പരിക്ക് സംഭവിച്ചു. ജർമ്മനിയിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹുവിനെ മാറ്റിയിട്ടുണ്ട്. യായർ നെതന്യാഹു കുറച്ച് ദിവസങ്ങളായിട്ട് എക്സിലൊന്നും ആക്റ്റീവല്ല. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മകനടക്കം മരണപ്പെട്ടു. ഇങ്ങനത്തെ പല ക്ലെയിമുകളും സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. 15-ാം തീയതി ഈ മരണം ഡിക്ലെയർ ചെയ്യും ഇസ്രായേൽ എന്നുള്ളതാണ് പല ഇൻഫ്ലുവൻസേഴ്സും പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോ കാണാം. Breaking news, and I will say this. I have done my best to research this and make sure that it is all credible, but Benjamin Netanyahu is reportedly dead. I know that this has been a rumor that has been swirling online and in social media platforms for the last week, and it started when Yair Netanyahu, Bibi's son, stopped posting on X this past Monday. It came as a surprise to viewers because many people noted that he would post anywhere from 30 to 80 times a day. So the fact that he stopped posting was pretty telling. On top of that, most people saw the video already that Bibi Netanyahu put out a few days ago, where he grew multiple fingers as well as his teeth appeared to be a little off. Many people claimed that this video was AI generated, and that appeared to be the truth. And then today we had an Israeli security briefing and a video was posted, and Bibi is clearly not there, which is something that is again out of the normal. And then today we have a French colonel who has testified and said that Bibi Netanyahu was killed in an Iranian drone strike. Of course, all of this is still unconfirmed, but highly likely due to all of the different reports and accounts that we have seen on social media and different news sources. If this is not true, I will post about it and let all of you know. But as of right now, I am 95% certain that Bibi Netanyahu, the Prime Minister of Israel, is in fact dead. According to other reports that I have seen, it will be announced and confirmed by the Israeli media and government tomorrow. ഇതൊരു അവിടുത്തെ പുറത്തുള്ളൊരു ഇൻഫ്ലുവൻസർ ഇട്ടൊരു വീഡിയോ ആണ്. ഇതുപോലെ ഒരുപാട് വീഡിയോസ് വരും. ഇപ്പോൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ചാടിപ്പിടിച്ചിറങ്ങി ഇതൊക്കെ വീഡിയോ ആക്കുന്നുണ്ട്. ഇവർ ലാസ്റ്റ് വീഡിയോ അല്ല, അതിന് മുമ്പുള്ളൊരു വീഡിയോ ഉണ്ട്, നെതന്യാഹുവിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ കിടക്കുന്നുണ്ട്. ഒരു നീല ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ആണ്. അതിനകത്ത് 6 വിരൽ വീഡിയോ ആണത്. അതിനകത്ത് നെതന്യാഹുവിന് 6 വിരലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ രീതിയിലുള്ള അതൊരു ആണ്. ഈ 6 വിരൽ വെച്ച് കൊടുക്കുന്ന ഒരു ആണ്. ആ രീതിയിലൊരു സാധനം അടിച്ചിറക്കി വിട്ടു ആദ്യം ഇവന്മാരെല്ലാവരും കൂടി. അത് നമ്മളവിടുത്തെ കേരളത്തിലെ മലയാളി മീഡിയാസ്, എസ്പെഷ്യലി മീഡിയ വൺ അടക്കം എല്ലാവരും അത് ഏറ്റുപിടിക്കുകയും ചെയ്തു. നെതന്യാഹു എവിടെയാണ്? ഇപ്പോൾ ഇറാനിലെ ആളുകൾ, നേതാക്കന്മാർ ഇന്ന് റാലി നടത്തിയായിരുന്നു നെതന്യാഹു എവിടെയാണ്? നെതന്യാഹു ജർമ്മനിയിലുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ അവസാനം പറഞ്ഞത് എന്തുകൊണ്ട് നെതന്യാഹു ജർമ്മനിയിൽ അബ്ബാസ് അരാക്ചിയും ലാറിജാനിയും തെരുവിലും ചോദിക്കുന്നുണ്ടാവുന്ന മൂന്നാമത്തെ ഒരു കാര്യം, യുദ്ധത്തിൽ ധാർമ്മിക ശക്തി എന്ന് പറയുന്നത് ഒരു മോറൽ എന്ന് പറയുന്നത്. ഞാനത് മതപരമായ ഒരു കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ മതത്തിൽ വിശ്വസിക്കാത്തവർക്കും ഒക്കെ ധാർമ്മികതയുണ്ടല്ലോ. ധാർമ്മികത വളരെ പ്രധാനമാണ്. ഈ ധാർമ്മികതയാണ് ജനങ്ങളെ നേതൃത്വത്തോടൊപ്പം ഉറപ്പിച്ചു നിർത്തുന്നത്. നെതന്യാഹു എന്തുകൊണ്ട് ബംഗറിലും ജർമ്മനിയിലും കഴിയുന്നു? ലാരിജാനിയും അബ്ബാസ് അരാക്ചിയും തെരുവിൽ ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു ചോദിച്ചാൽ അത് അവരുടെ ഒരു ധാർമ്മിക ശക്തിയാണ്. ആ ധാർമ്മിക ശക്തിയാണ് ജനങ്ങളെ ഇവരുടെ ചുറ്റും റാലി അപ്പോൺ ചെയ്യിപ്പിക്കുന്നത്. ആ ശക്തിക്ക് മുമ്പിൽ ലോകത്ത് മുഴുവൻ ശക്തികൾക്ക് പിടിച്ചേക്കാൻ കഴിയില്ല. ഈ ആളുടെ ഈ റാലിയിൽ ബോംബിട്ടു എന്ന് പറയുന്നത് ഒരാൾ മരിക്കും മറ്റോ ചെയ്താണ്. ഇവർ മുഴുവൻ ആൾക്കാരെ ബോംബിട്ട് കൊല്ലാൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ ഗസയിൽ നിന്ന് പഠിക്കാത്ത പാഠം ഇറാനിലും പഠിക്കുന്നില്ല എന്നാണ് യുദ്ധത്തിന്റെ അവസാനം. ഒരു കൗതുകകരമായ വാർത്ത അത് പുറത്തു വരുന്നത് എവിടെയാണ്? ബെന്യാമിൻ നെതന്യാഹു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വീഡിയോ ഉണ്ട്. ആ ചിത്രം, നമുക്ക് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം പുറത്തു വന്നതിൽ നോക്കുക, നെതന്യാഹുവിന് 6 വിരലുകളാണുള്ളത്.
നെതന്യാഹുവിന് എങ്ങനെ ഈ 6 വിരലുകൾ വന്നു എന്നുള്ള ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഇത് നെതന്യാഹു സംസാരിക്കുമ്പോൾ ഇങ്ങനെ കൈ ഉയർത്തി കാട്ടുമ്പോഴാണ് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ 6 വിരലുകൾ കാണുന്നത്. സാധാരണ നമുക്കൊക്കെ 5 വിരലുകളാണ്, 6 വിരലുകൾ കാണുന്നത്. മാർച്ച് 13-നാണ് ഈ വീഡിയോ പുറത്തിറങ്ങിയത്. ഈ പുറത്തിറങ്ങിയ വീഡിയോയിൽ കാണുന്ന വിരലുകൾ സംബന്ധിച്ച ചർച്ച സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. ഇതൊരു AI വീഡിയോ ആണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചിലർ അവകാശപ്പെടുന്നത്. കാരണം ബെന്യാമിൻ നെതന്യാഹു ജീവനോടെ ഇല്ല, അതിന് പകരം ജീവനോടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനായി AI വീഡിയോ ഇറക്കുകയാണ് എന്നുള്ളതാണ്. അവിടെയാണ് ഈ അബദ്ധം പറ്റിയിട്ടുള്ള എന്നുള്ള പ്രചാരണവും മറ്റുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി തന്നെ ഉള്ളത്. പക്ഷേ ഇത് പൂർണ്ണമായും ഇസ്രായേൽ നിഷേധിക്കുന്നുണ്ട്. അത്തരം വാർത്തകൾ തെറ്റാണ് എന്ന റിപ്പോർട്ടുകളും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും ഈ വാർത്ത സോഷ്യൽ മീഡിയ ഇപ്പോൾ കത്തിച്ചിരിക്കുകയാണ് എന്നാണ് യാഥാർത്ഥ്യം. മറ്റൊരു വാർത്ത, പശ്ചിമേഷ്യയിലടക്കമുള്ള യുദ്ധഭീതി മൂലം എല്ലാ രാജ്യങ്ങളും പ്രതിരോധ ബജറ്റ് വല്ലാതെ വർദ്ധിപ്പിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ട്. അവിടെയാണ് ഇന്ത്യക്ക് വലിയ തോതിലുള്ള നേട്ടമുണ്ടാകുന്നത്. നമ്മുടെ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ ചൂടപ്പം പോലെ വിറ്റുപോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിലും മറ്റും പാകിസ്ഥാനെ വീഴ്ത്തിയ ബ്രഹ്മോസ് മിസൈലുകളാണിത്. പാകിസ്ഥാനൊക്കെ നമ്മുടെ നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ പ്രധാന കാരണം ഈ ബ്രഹ്മോസിന്റെ കരുത്തായിരുന്നു. ഓക്കെ, ഇങ്ങനെ മലയാളത്തിൽ മീഡിയ വണ്ണും ന്യൂസ് 18-ആയിട്ട് ഒരുപാടധികം ബെഞ്ചമിൻ നെതന്യാഹുവിന് എന്ത് സംഭവിച്ചു, മരണപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇറക്കി വിടുന്നുണ്ട്. അതിനിടയിൽ കുറേ ജനറേറ്റഡ് ആയിട്ടുള്ള കുറേ ഫോട്ടോസ് വരുന്നു. അതുപോലെ മിലിറ്ററി കൗൺസിൽ കൂടിയ സമയത്ത് എന്തുകൊണ്ട് സാധാരണ നെതന്യാഹു വന്നിരിക്കാറുണ്ട്, ഇതിൽ നെതന്യാഹുവിനെ കണ്ടിട്ടില്ല. ആൻഡ് ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇന്ത്യൻ ജേർണലിസ്റ്റ് ആദിത്യ രാജ് കോൽ. ഈ ആദിത്യ രാജ് കോൽ കുറച്ച് കാലമായിട്ട് NDTVൻ്റെ റിപ്പോർട്ടറാണ്. ഇങ്ങനെ ഒരു 10-25 ദിവസമായിട്ട് ഇസ്രായേലിലാണ്. ആദിത്യ രാജ് കോളിന് അതിനിടയിൽ ഇസ്രായേലി പോലീസ് അറസ്റ്റ് ചെയ്തു. നെതന്യാഹുവിൻ്റെ ലൊക്കേഷൻ ഈ ചങ്ങായി പുറത്ത് വിട്ടതിന് എന്നുള്ളൊരു ഫേക്ക് സാധനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരു 2-3 ദിവസം മുമ്പ്, ഓക്കെ, 2-3 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു, എനിക്ക് തോന്നുന്നൊരു 13-14 ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഒരു ഫുട്ടേജ് ഫ്രം ഇസ്രായേൽ. ബെഞ്ചമിൻ നെതന്യാഹു ഈ ഡ്രോണ് വീണ് തകർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ നെതന്യാഹുവിൻ്റെ ലൊക്കേഷൻ ഈ ചങ്ങായി എന്ത് ചെയ്തിട്ടുണ്ട്, ഔട്ടാക്കി എന്നുള്ള പേരിൽ ഇസ്രായേൽ പോലീസ് പിടിച്ചു എന്നാണ് ഇവിടെ മൊത്തം സോഷ്യൽ മീഡിയ പറഞ്ഞ് പരത്തിയത്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങേരെ പോലീസ് പിടിച്ചിട്ടൊന്നുമില്ല ഇവിടുത്തെ. പക്ഷേ ഇവർ ഈ മാർച്ച് 2-ാം തീയതി മുതൽ ബെഞ്ചമിൻ നെതന്യാഹു ഈ ഇറാൻ്റെ അതിഭീകരമായ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞ ബെഞ്ചമിൻ നെതന്യാഹു ഈ 13-14 തീയതികളിൽ അവിടെ ഈ അറ്റാക്ക് നടന്ന സ്ഥലങ്ങൾ നടന്ന് സന്ദർശിക്കുന്നതിൻ്റെ ലൊക്കേഷൻ വീഡിയോസാണ് ഇട്ടിട്ടുള്ളത്. അതൊന്നും ഇവരാരും എടുക്കുന്നില്ല. ഇവരെല്ലാവരും ഈ ഒരു നീല കേർട്ടൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ബെഞ്ചമിൻ നെതന്യാഹു സംസാരിക്കുമ്പോൾ അതിനകത്ത് 6 വിരലുണ്ട്, AI ആണ്, AI ജനറേറ്റഡാണ്, ഇസ്രായേൽ നയിക്കുന്നത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഈ സാധനമാണ് ഇടിച്ച് കുത്തിവിടുന്നത്. ഇതിനൊരു കാരണമുണ്ട്. കാരണം ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അവർക്കൊരു മോറലി ഒരു അപ്പ് വേണം. ഓക്കെ, ആ അപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനൊരു സംഗതി ഉണ്ടായി എന്നുള്ളത് കൺഫേം ആയിട്ടാണ് പറഞ്ഞ് പരത്തണം. ഇതിൽ കൺഫേം ആയിട്ടൊരു സാധനമില്ല. അയത്തുള്ള അലി ഖംനേനി മരിച്ച സമയത്ത് കൃത്യമായിട്ടത് അമേരിക്കൻ പ്രസിഡൻറ്റും ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററും വന്ന് പറഞ്ഞു, അയാളെ ഇന്ന സ്ട്രൈക്കിൽ തീർത്ത് കളഞ്ഞു പറഞ്ഞ് 2-ാം പക്കം ഇറാൻ അത് കൺഫേം ചെയ്യുന്നു, തീർന്നു. ഇവിടുത്തെ വിഷയം എന്താ, അയത്തുള്ള അലി ഖംനേനി കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്ന മുസ്തഫ ഖംനേനി, അയത്തുള്ള അലി ഖംനേനിയുടെ മകൻ മുസ്തഫ ഖംനേനി, ഇപ്പം ഈ പറഞ്ഞ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണുന്നില്ല എന്ന് പറയുന്നവർ മുസ്തഫ ഖംനേനിയിൽ നിന്ന് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ ഇവരുടെ ബേസിക് സാധനം എന്താ അറിയോ, ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മുസ്തഫ ഖംനേനിനെ അവർ കണ്ടിട്ടേ ഇല്ല. അടുത്ത ഇവരുടെ സുപ്രീം ലീഡറാക്കി വെച്ച ആളെ ഇവർ കണ്ടിട്ടില്ല, അയാൾ വന്നിട്ടില്ല. അയാളെ എങ്ങാണ്ട് അതിഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പറ്റി റഷ്യയിലേക്ക് മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ സുപ്രീം ലീഡർ ആയതിനു ശേഷം അയാൾ റഷ്യയിലേക്ക് മുങ്ങി എന്ന് പറയുന്നുണ്ട്. ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കണ്ടുപിടിക്കാനും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വീഡിയോസിലുള്ള എലമെൻറ്റ് കണ്ടുപിടിക്കാനും അങ്ങനെ ഒരു ഇത് കംപ്ലീറ്റ്ലി AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണെന്ന് പറയുന്നവർക്ക് അങ്ങനെ ഒരു AI എന്നുള്ള ഒരു ആസ്പെക്റ്റ് പോലും വെച്ചു കൊടുക്കാൻ ഇറാൻ ഗവൺമെൻറ്, ഇറാൻ റെജീമിന് പറ്റുന്നില്ല. മുസ്തഫ ഖംനേനി എവിടെയെന്ന് പോലും അറിയില്ല, വാനിഷാണ്.
അതെന്തേ അങ്ങനെ? അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കഷൻ വേണ്ടേ? അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ സുപ്രീം ലീഡർ എവിടെ എന്നുള്ളൊരു ചോദ്യം പോലും ചോദിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ഇറാൻ സപ്പോർട്ടേഴ്സിന് ഇസ്രായേലിലെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു തീർന്നു പോയി, ഇറാൻ തീർത്തു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു തരം സോഷ്യൽ മീഡിയ ഹൈ ആൻഡ് അവരുടെ ഒരു മോറൽ ഹൈ, ഇതിനു വേണ്ടിയിട്ടാണ് ഈ കടന്നുള്ള കരച്ചിലെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. എന്താണെങ്കിലും ഈ 6 വിരൽ സാധനം ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. 6 വിരൽ ഇവന്മാരെന്നെ എയിൽ ക്രിയേറ്റ് ചെയ്തിട്ടതും ഞാൻ ഈ വീഡിയോ കൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതും സ്ലോ മോഷനിലാക്കിയതൊക്കെ ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ ഇതിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് 5 വിരൽ തന്നെ ഉള്ളൂ. പിന്നെ നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് ഉള്ളതിനേക്കാൾ ഈ ചെറുവിരലിന് ബെഞ്ചമിൻ നെതന്യാഹുവിന് വണ്ണവും വലുപ്പവും കൂടുതലാണ്. ഇപ്പോൾ ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് നമുക്കത് കുറവായിരിക്കും, ഇവന്മാർക്ക് അത് കൂടുതലായിരിക്കും, അതുകൊണ്ടായിരിക്കും അത് അങ്ങനെ. ഓക്കെ, ഇനി ഇങ്ങനെ ബെഞ്ചമിൻ നെതന്യാഹു തീർന്നു, യായർ നെതന്യാഹു തീർന്നു, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അക്കൗണ്ടിൽ വീണ്ടും ഒരു വീഡിയോ വരുന്നു. ആ വീഡിയോ ഒരു കോഫി ഷോപ്പിൽ നിന്നാണ്. ദി സത്താഫ് ജെറുസലേം എന്നാണ് ഈ കോഫി ഷോപ്പിൻ്റെ പേര്. ഈ കോഫി ഷോപ്പിൻ്റെ അകത്ത് നിന്ന് ബെഞ്ചമിൻ നെതന്യാഹു എടുത്ത വീഡിയോ അത് ഞാനിവിടെ സൈഡിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോനകത്ത് കോഫി കുടിക്കുന്നുണ്ട്, വിരലുകൾ പൊക്കി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിരൽ കൗണ്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്, വിരലുകൾ പൊക്കി കാണിക്കുന്നുണ്ട്, കോഫിയോടാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, ഇത്രയും ഉണ്ടായ ഈ ചോദ്യങ്ങൾ ആണ് ബെഞ്ചമിൻ നെതന്യാഹു തീർന്നു എന്ന് പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം കുറച്ച് മണിക്കൂറുകൾക്ക് എന്തില്ല, ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ചു വന്നു, ഈ സ്കീമിൽ കാര്യങ്ങൾ പോയി. പിന്നെ ഇപ്പോൾ എന്തുണ്ടായാലും എഐൻ്റെ അടുത്ത് കൊണ്ട് തലയിൽ ഇട്ട് കൊടുക്കുക, ഗ്രോക്കിനോട് ചോദിക്കുക, ജെമിനിയോട് ചോദിക്കുക, ഇങ്ങനെയാണല്ലോ ഇപ്പോൾ പരിപാടികൾ. വീണ്ടും ഇതെല്ലാം കൂടിയും പിടിച്ചിട്ട് ഈ കാപ്പി കുടിക്കുന്ന പരിപാടിയും കൊണ്ടുവരുന്നത് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടുത്ത് പോയി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ AI ഇത്ര പ്രിസൈസായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന ഒരു ടെക്നോളജി ഇസ്രായേൽ വളർത്തിയെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ മാറ്റി നിർത്തിയിട്ട് ഒരു യുദ്ധം വരുന്ന സമയത്ത് ദേ ക്യാൻ പ്രൊട്ടക്റ്റ് ഹിം ആൻഡ് ദേ ക്യാൻ റീപ്ലേസ് ഹിം വിത്ത് ആൻ AI ആദ്യം മുതലേ ചെയ്യായിരുന്നു, ഇല്ലേ? ഈ ഒരു വൺ ബോംബ് നേഷൻ മാത്രമാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരുടെ പേടി അതാണ്. ഇറാൻ ഒറ്റ ബോംബ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന രാജ്യം മാത്രമേ ഉള്ളൂ ഇസ്രായേൽ. അവരുടെ പേടി അതാണ്. അതുകൊണ്ടാണ് അവർ ഇറാൻ്റെ കയ്യിൽ ന്യൂക്ക് വരരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു രാജ്യം. ആൻഡ് അവരുടെ പ്രൈം മിനിസ്റ്ററിനെ ആൻഡ് ഇസ്രായേലിലെ ഒരു എന്താ പറയുക വാർ സിറ്റുവേഷനിൽ അവരെങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നും അവരുടെ ബങ്കേഴ്സ് ഫെസിലിറ്റി ബാക്കി പരിപാടികളൊക്കെ ലോക പ്രശസ്തമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ പറ്റപ്പുറകെ കിടക്കുന്ന ഇറാൻ, അവർ ഞാൻ നേരത്തെ പറഞ്ഞതൊരു പൂഴിമണൽ മോളിക്ക് വാരി എറിയുന്ന പോലെയാണ് മിസൈൽസ് വിട്ടുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ ഒരു ഡാൻസിങ് മിസൈൽ വിട്ടു എന്ന് പറയുന്നുണ്ട്. അതിനിടയിൽ ദുബായ് എയർപോർട്ടിൽ കൊണ്ടുപോയി ഒരു ഡ്രോൺ പൊട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ടീംസിന് എങ്ങനെ പ്രിസൈസ്ലി ബെഞ്ചമിൻ നെതന്യാഹുവിനെ തീർക്കാൻ മാത്രമുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവും നിങ്ങൾക്ക് ആലോചിച്ച് അറിഞ്ഞൂടെ? മുസ്തഫ ഖുംനേനിക്ക് എന്ത് പറ്റി എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു. കാരണം യുദ്ധം തുടങ്ങി ആദ്യ 2 ദിവസം കൊണ്ട് ഇവന്മാർ അലി ഖംനേനിയെ തീർത്ത് വിട്ടതാണ്. മനസ്സിലായോ? അപ്പം ഇനി അടുത്ത സുപ്രീം ലീഡറെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇറാൻ നോക്കേണ്ട പരിപാടി. ആൻഡ് അഗെയിൻ ഞാൻ ചോദിക്കുന്നു, AI വെച്ച് റീപ്ലേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദറ്റ് ഡേ. യുദ്ധം തുടങ്ങിയ ആ ദിവസം തന്നെ അവർക്ക് എന്ത് ചെയ്യാം, AI വെച്ച് റീപ്ലേസ് ചെയ്ത് അവർക്ക് കാര്യങ്ങൾ ചെയ്തിട്ട് പോവാം. അവർക്ക് അവരുടെ ലീഡേഴ്സിനെ മൊത്തം സേഫ് ആക്കാം, കമാൻഡേഴ്സിനെ മൊത്തം സേഫ് ആക്കാം. അപ്പം അതവർ ചെയ്തിട്ടില്ല. ആൻഡ് ഇതുവരെ ഒരു രീതിയിലുള്ള പ്രൂഫുകളും വന്നിട്ടില്ല ഈ ചങ്ങായി ഇഞ്ചേർഡാണ് അല്ലെങ്കിൽ ഇയാൾ മരണപ്പെട്ടു. അങ്ങനത്തെ ഒരു സംഗതിക്ക് ഒരു പ്രൂഫും വന്നിട്ടുമില്ല. ഈ ഒളിപ്പിച്ച് വെക്കാനാണെങ്കിൽ മാർച്ച് 2-നോ 3-നോ നടന്ന ഈ ഒരു എന്താ പറയുക മിസൈൽ അറ്റാക്ക്, ഡ്രോൺ അറ്റാക്ക്, അതിൽ ഇയാൾ മരണപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം ഇവർക്ക് ഒളിപ്പിച്ച് വെക്കാൻ പറ്റും? അത് ഇത്രയും നാഷണൽ മീഡിയ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ പാടാണ്, വളരെ വളരെ അധികം പാടാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി കമ്മിങ് ബാക്ക് ടു ദിസ് കോഫി ഷോപ്പ് വീഡിയോ. ഈ കോഫി ഷോപ്പ് വീഡിയോ വന്നപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട ടീംസ് രണ്ടാമതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് പോയി ചോദിക്കുകയാണ്, ഇതേ വീഡിയോ അല്ലേ? അപ്പോൾ അവർ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്.
മാസ്ക് ഇട്ട കുറച്ച് പേര് വീഡിയോനകത്തുണ്ട്. ദാറ്റ് ഷോസ് ഈ വീഡിയോ കൊറോണ ടൈമിലെടുത്തത്. ഈ കൊറോണ ഉള്ള സമയത്ത് മാത്രമേ മനുഷ്യൻ മാസ്ക് ഇട്ടുള്ളൂ, ആ സമയത്ത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയ ഒരാളാണ്, ഞാൻ മാസ്ക് ഇട്ടാ പോയത്. അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ യുദ്ധം പോലത്തെ ഒരു സിറ്റുവേഷനിൽ നിറച്ച് പൊടിയും വിഷയങ്ങളും ആകുമ്പോൾ മാസ്ക് ഇടുമായിരിക്കും. മാസ്ക് ഇട്ട് നടക്കുന്ന എത്രയോ പേരുണ്ട്. ആ നന്ദനൊക്കെ ഇപ്പോഴും മാസ്ക് ഇറങ്ങിയിട്ടില്ല, പുറത്ത് പോകുമ്പോൾ വരുമ്പോഴൊക്കെ മാസ്കാണ്. മാസ്ക് ഇടുന്ന ഇഷ്ടം പോലെ ആൾക്കാർ, അതൊരു ശീലമായി പോയ ഒരുപാട് പേരുണ്ട്. യുദ്ധം പോലത്തെ ഒരു സിറ്റുവേഷനിൽ ഫുള്ള് ഡസ്റ്റും വിഷയങ്ങളും ആകുമ്പോൾ അത് മാസ്ക് ഇടുന്നവരുണ്ടാവൂടെ. കോഫി ഷോപ്പിലെ ബില്ലിങ്ങിൽ 2024 എന്നാണ് ഡേറ്റ്, 26 ഈ കോഫി ഷോപ്പിൽ വെച്ച് 2024 എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ഇവർ റീപോസ്റ്റ് ചെയ്തത് AI വെച്ചിട്ടെന്നാണ് പറയുന്നത്. കോഫി ഇളകുന്നില്ല, ബെഞ്ചമിൻ നെതന്യാഹു കൈകൊണ്ട് എടുക്കുമ്പോൾ കോഫി ഇളകുന്നില്ല, കോഫി കുടിക്കുമ്പോൾ ചുണ്ടത്ത് കറ പറ്റുന്നില്ല, മുഖത്തെ റിങ്കിൾസ് പോയി. ഈ റിങ്കിൾസ് പോയി എന്നൊക്കെ പറയുന്നത് ലോക ബ്ലണ്ടറാണ് ഇവന്മാർ കാണിച്ചു വയ്ക്കുന്നത്. അതായത് ഒറിജിനൽ വീഡിയോ എടുത്തത് സോഫ്റ്റ് ആൻഡ് ചെയ്തിട്ട് ഈ റിങ്കിൾ പോയി എന്ന് പറഞ്ഞിട്ട് വേറെ പോസ്റ്റ് ചെയ്യും. ഈ 5 വിരലാക്കിയ പോലത്തെ സെയിം പരിപാടി. അപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അവർക്കൊരു മോറലി ഒരു ഹൈ കിട്ടാൻ വേണ്ടിയിട്ട് ഇവന്മാർ ഈ കാണിച്ചു കൂട്ടുന്ന കോമഡി പരിപാടികൾ കുറേ ഉണ്ട്. അനൗൺസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അനൗൺസ് ചെയ്യേണ്ട സമയം, അതിപ്പോൾ ഇസ്രായേലിന് ബെഞ്ചമിൻ നെതന്യാഹുവിന് തീർന്നു എന്ന് വിചാരിച്ചു. ഇപ്പോൾ യുദ്ധം മുന്നോട്ട് പോവുകയാണ്. ഇറാനും അത്ര കുറഞ്ഞ ടീമൊന്നുമല്ല. അവർ അമേരിക്കയോ ഇസ്രായേലോ വിചാരിച്ച പോലെ ഒറ്റയടിക്ക് പോയിട്ട് അടിച്ചു തീർക്കാൻ പറ്റുന്നൊരു രാജ്യമല്ല എന്നുള്ള അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പ്രസിഷൻ കുറച്ച് കുറവാണ്, ബട്ട് സ്റ്റിൽ ദേ ഹാവ് ദ ഫയർ പവർ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനകത്ത് നാളുകളിൽ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൺ ബോംബ് നേഷൻ മാത്രമേ ഉള്ളൂ ഇസ്രായേൽ എന്ന് പറയുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ചിലപ്പോൾ തീർന്നു പോവാം. പക്ഷെ ഒരു ബെഞ്ചമിൻ നെതന്യാഹു മാത്രമായിരിക്കുമോ ഒരു രാജ്യത്തിൻ്റെ തിങ് ഹെഡ്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അയാളെ തലയിലായിരിക്കും. അപ്പോൾ ഇറാൻ ഒരു അലി ഖൊമനേനി പോയപ്പോൾ മുസ്തഫ ഖൊമനേനി കൊടുന്നല്ലോ, അതേപോലെ റീപ്ലേസ്മെൻറ്റ്സ് വിൽ ബി ദെയർ. യുദ്ധം നടക്കുമ്പോൾ ഒരാൾ പോയാൽ അടുത്തൊരു റീപ്ലേസ്മെൻറ്റ് അവർ കണ്ടിരിക്കും, കാണാതിരിക്കുകയൊന്നുമില്ല. പിന്നെ വാർസൊക്കെ എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ മിലിറ്ററി ഹെഡ്സ് തന്നെ ആയിരിക്കില്ലേ? അങ്ങനെയാണ് എനിക്കറിയാവുന്നത്. ഓക്കെ, പ്രൈം മിനിസ്റ്റർ വിൽ ഹാവ് എ ലുക്ക് ഇൻ ടു ഇറ്റ്, അതെല്ലാം നോക്കും. പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിന് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അയാളത് നോക്കുമായിരിക്കും, ഇതിൽ ഇൻവോൾവ് ചെയ്യുമായിരിക്കും. ബട്ട് സ്റ്റിൽ ദ കോൾ ഗോസ് ടു മിലിറ്ററി, ആർമി. അങ്ങനെയാണ് അവിടുത്തെ ഇൻ്റലിജൻസ്, മൊസാദ്, അവരൊക്കെ തന്നെയായിരിക്കും അത് ഡീൽ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു മരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പുറത്ത് പറയാതിരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്നുള്ളത് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നില്ല. ഓക്കെ, അത് മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരത് ഇത്രയും ദിവസം പിടിച്ചു വയ്ക്കൊന്നുമില്ല, അതിൻ്റെ ആവശ്യവും അവർക്കില്ല. അപ്പോൾ അത് പുറത്ത് പറയുമായിരുന്നു. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് എന്താ, ഇറാൻ സപ്പോർട്ടേഴ്സ് ആദ്യം പോയിട്ട് മുസ്തഫ ഖൊമനേനി എവിടെ, ഇപ്പോഴത്തെ സുപ്രീം ലീഡർ എവിടെ, ആ ചങ്ങായിനെ കണ്ടു കിട്ടാൻ വല്ല വഴിയുണ്ടോ? അയാൾ റഷ്യയിലാണോ? അയാൾക്ക് എന്ത് സംഭവിച്ചു? അതോ ഇനി അയാൾ സുപ്രീം ലീഡറായിട്ട് അയാൾ അറിഞ്ഞിട്ടില്ലേ എന്താ നടക്കണമെന്നുള്ളത്? അയാളെ കിട്ടാൻ വല്ല വഴിയുണ്ടെങ്കിൽ നോക്ക്. അറ്റ്ലീസ്റ്റ് AI വീഡിയോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന സാധനങ്ങൾ അതെങ്കിലും നെതന്യാഹുവിൻ്റെ കേസിൽ കാണിച്ചു തരാനോ അതെങ്കിലും നടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. മുസ്തഫ ഖൊമനേനിയുടെ കേസിൽ അതുപോലും ഇല്ല. അതെന്താ അങ്ങനെ? അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വൻ സീനായി, മറ്റേ കുട്ടികളെ കൊല്ലുന്നത് സപ്പോർട്ട് ചെയ്യുന്നവനായി. ഞാൻ ജസ്റ്റ് ഫാക്ട്സാണ് ചോദിക്കുന്നത്. അതായത് ബെഞ്ചമിൻ നെതന്യാഹു മരണപ്പെട്ടു, ഇത് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറയുന്ന ഇറാനിയൻ സപ്പോർട്ട്, മുസ്തഫ ഖൊമനേനി എവിടെ എന്നുള്ളതിനൊരു ഉത്തരം പറഞ്ഞിട്ട് ഓക്കെ യു ഗൈസ് ഡു യുവർ തിങ്സ്, ഫൈനാണ്. 2 രാജ്യത്തിൻ്റെ തലവന്മാരും എവിടെ എന്നുള്ളത് ചോദിക്കണം. എന്തായാലും ട്രംപ് അവിടെ ഉണ്ട്, അതിലുണ്ട്, അത്രയേ ഉള്ളൂ. സത്യത്തിൽ ഈ ഇറാനെ കൊണ്ട് ഇസ്രായേലും അമേരിക്കയും വഴിമുട്ടിയ അവസ്ഥയാണ്, പെട്ടുപോയതാണ്. അവർ വിചാരിച്ചത് GCC രാജ്യങ്ങളെല്ലാവരും കൂടി ഈ ഇറാൻ GCC രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ ഇവർ സഹികെട്ട് തിരിച്ച്, അതായത് ഇസ്രായേലും അമേരിക്കയും അടിച്ചു തുടങ്ങിയാലും ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴത്തേക്ക് GCC രാജ്യങ്ങൾ തിരിഞ്ഞ് ഈ ഇറാൻ അടിക്കും. പിന്നെ ഇവർക്ക് മെല്ലെ നൈസായി വിഡ്രോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവന്മാർ തുടങ്ങി വെച്ചത്. GCC രാജ്യങ്ങൾ ഇത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വരുന്നത് തടഞ്ഞിടുക എന്നല്ലാതെ ഇവരായിട്ട് കയറി അടിക്കാൻ നിന്നില്ല. കാരണം അതുണ്ടാക്കുന്ന നഷ്ടം അവർക്കറിയാം. ഓക്കെ, അപ്പോൾ അമേരിക്കയ്ക്കാണെങ്കിലും ഇസ്രായേലിനാണെന്നുണ്ടെങ്കിലും ഇറാനാണെന്നുണ്ടെങ്കിലും നഷ്ടങ്ങൾ മാത്രമേ ഇതിൽ പറയാനുള്ളൂ. നഷ്ടങ്ങളിൽ കൂടുതലൊന്നും പറയാനില്ല. അങ്ങനെ ഒരു നഷ്ടം GCC കൺട്രീസ് ഉണ്ടാക്കി വെക്കില്ല എന്നുള്ളൂ. അവരുടെ പ്ലാൻ അവിടേക്ക് പൊട്ടി. ഇസ്രായേലിൻ്റെ പ്ലാനും പൊട്ടി, ഈ US പ്ലാനും പൊട്ടി.
ഹോർമോസിലടക്കം അവർ പത്തി മടക്കേണ്ട അവസ്ഥ. ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇറാനെ കൊണ്ട്. ഇറാൻ്റെ സ്റ്റബേൺ ആയിട്ടുള്ള ഒരു എന്താ പറയുക വിസ്റ്റാൻഡിങ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐ അപ്രീഷിയേറ്റ്. കാരണം ഇത്രയും എന്താ പറയുക ലോകശക്തികളായ 2 രാജ്യങ്ങൾ വന്നിട്ട് ഒറ്റയ്ക്ക് അടിച്ചിട്ടും ദേ ആർ സ്റ്റാൻഡിങ് ഓൺ ദെയർ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഹാറ്റ്സ് ഓഫ്. അത് അവർ ഇത്രയും കാലം വേറെ ലോക രാജ്യങ്ങളിൽ നിന്നൊന്നും റോ മെറ്റീരിയൽസ് കിട്ടാതെ, ഒരു തരത്തിലുള്ള ടെക്നോളജീസും അവർക്ക് കിട്ടാതെ, റഷ്യയോ ചൈനയോ കൊടുക്കുന്ന സാധനങ്ങൾ വെച്ച് മാത്രം അവർ പിടിച്ച് നിൽക്കുക എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഹോം ഗ്രോൺ ആയിട്ടുള്ള ഡിഫൻസ് സിസ്റ്റം വെച്ചിട്ട് അവർ പിടിച്ച് നിൽക്കുക എന്നുണ്ടെങ്കിൽ, പിന്നെ അവരുടെ ടറൈൻ. ഇപ്പോൾ കരയുദ്ധം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും വെള്ളം കുടിക്കും. ഇറാൻ്റെ മുന്നിൽ അവർ പെട്ടുപോകും. അതറിയുന്നതുകൊണ്ടാണ് ഇവർ എയർ സ്ട്രൈക്ക് മാത്രമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അൺടിൽ അൺലെസ് GCC എൻറ്റേഴ്സ് ദ വാർ സോൺ ഇതിങ്ങനെ തന്നെ ഇങ്ങനെ പോകും. എഗെയിൻ ഞാൻ പറയുന്നു, ബെഞ്ചമിൻ നെതന്യാഹു മരണപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ന്യൂസൊക്കെ പുറത്ത് വരേണ്ട സമയം കഴിഞ്ഞു. ഒരു AI വെച്ച് റീപ്ലേസ് ചെയ്ത് നെതന്യാഹു ഉണ്ട് എന്നുള്ളതൊക്കെ ലോകത്തിനെ ബോധിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യം ഇസ്രായേലിനുണ്ട് എന്നുണ്ടെങ്കിൽ തോന്നുന്നില്ല. മുസ്തഫ ഖംനേനി എവിടെ എന്നുള്ളൊരു ചോദ്യത്തിന് ആരെങ്കിലും ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. ഞാൻ എവിടെയാളെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലോ അല്ലെങ്കിൽ രാജ്യത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചോ ഞാൻ കണ്ടിട്ടില്ല.